ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഒരു കലാപം തുടങ്ങി വെച്ചതാണ്. ഉത്തർപ്രദേശിൽ എനിക്ക് തോന്നുന്നു അത് ഏകദേശം ക്ലീനായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള സകല ആൾക്കാരെയും പൊക്കി 2000 പേർക്കെതിരെ, കല്ലെറിഞ്ഞ 2000 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 20 FIRകളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ റാസ ഖാൻ എന്ന് പറയുന്ന അവിടെയുള്ള ആ മൗലവി, ആ ദർഗയിലെ മൗലവി, അയാളെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. അങ്ങനെ അതിനെ വലിയ രീതിയിൽ കത്തിപ്പടരാവുന്ന ഒരു കലാപത്തിനെ വളരെ ഗംഭീരമായിട്ട് യോഗി ആദിത്യനാഥ് അടിച്ചമർത്തി. ആ വാർത്ത നമ്മൾ കൊടുത്തതാണ്. ഒരുപക്ഷെ നമ്മളായിരിക്കും അതിന്റെ സത്യാവസ്ഥയടക്കം ആദ്യം ആ വാർത്ത കൊടുത്തത്. അതിനുശേഷമാണ് ഇവിടെയുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങളൊക്കെ അത് എടുത്തത് കേട്ടോ. കേരളത്തിൽ അത് അങ്ങനെ ഒരു പ്രകമ്പനം ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ നമ്മുടെ ഈ സുഡാപ്പി ചാനലിൽ നിന്ന് തള്ളുന്നത് കണ്ടു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ കൊടുത്ത വാർത്ത അവന്റെ ജെൻസി തെരുവിലിറങ്ങിയല്ലോ ഉത്തർപ്രദേശിന്. യോഗി ജി ആകെ ബഡാവോ എന്നാണ് അവർ പറയുന്നത്. അതായത് യോഗി ജി മുന്നോട്ട് പോകൂ, ഹം തുമാരെ സാത്ത് ഹേ എന്നാണ് അവർ പറയുന്നത്. ഐ ലവ് മഹാദേവ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ജെൻസി ഇറങ്ങിയത്. കേരളത്തിലും അത് വലിയ വാർത്തയായില്ല, കാരണം അവർക്കെതിരെ അല്ലല്ലോ. ഇപ്പൊ ഫട്നാവിസിനെതിരെ ആണെങ്കിലോ, യോഗിക്കെതിരെ ആണെങ്കിലോ, മോദിക്കെതിരെ ആണെങ്കിലോ, പുഷ്കർ സിംഗ് ധാമിക്കെതിരെയൊക്കെ ആണെങ്കിൽ ഇവിടെ വലിയ വാർത്തയാണ്. കാരണം ജെൻസി ഇവർക്കെതിരെ ഇറങ്ങി എന്ന് പറയായിരുന്നു. ഇപ്പൊ അനുകൂലമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അതാണെങ്കിൽ ഈ കലാപം നടത്താൻ വന്ന 2000 പേരാണ് കല്ലെറിയാൻ വന്നതെങ്കിൽ ഇതൊരു 10000 പേരുണ്ട് ജെൻസി പിള്ളേർ. അപ്പൊ ഇത് ജെൻ സി അല്ല, ജെൻ RB എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത് പല ആൾക്കാർ. അതായത് ജൻ രാമഭക്ത് എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ അക്മോലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അക്മോലി പോലീസ് സ്റ്റേഷന് പരിധിയിലുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമം സംഭാലിലാണ്. ആ ഗ്രാമം, അവിടെ ഒരു പള്ളി, ഒരു മദ്രസ, ഒരു വിവാഹ മണ്ഡപം, ഇത് കയ്യേറി നിർമ്മിക്കപ്പെട്ടതാണ്. സംഭാലിൽ നമുക്കറിയാം, സംഭാലിൽ ആ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം, ഷാഹി ജുമാ മസ്ജിദിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന ശേഷം കയ്യേറ്റങ്ങൾ മുഴുവൻ യോഗി ആദിത്യനാഥ് ഒഴിപ്പിക്കുകയാണ്. ആദ്യം നോട്ടീസ് കൊടുക്കും, 30 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണം. ഈ ഒഴിഞ്ഞു പോകാത്ത സാഹചര്യത്തിൽ ഇത് പൊളിക്കണം. ഇത് പൊളിക്കാനായിട്ട് അവിടെ ആൾക്കാർ വരികയാണ്. അപ്പൊ അവിടെ വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടി. അപ്പൊ ഈ പുള്ളി എന്ത് ചെയ്തു? യോഗി ആ ഗ്രാമത്തിന് മുഴുവൻ ഒരു പോലീസ് ക്യാമ്പാക്കി മാറ്റി. അതായത് ആ ഗ്രാമം മുഴുവൻ ഒരു പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ പോലീസ് ക്യാമ്പാക്കി മാറ്റി കൃത്യം അങ്ങ് നിർവഹിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ കുറച്ച് ആശങ്കാജനകമാണ്. കാരണം അവിടെ ഇപ്പോൾ 4 ജില്ലകളിലാണെന്ന് തോന്നുന്നു എനിക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉത്തർപ്രദേശിൽ ഇനി വരാൻ പോകുന്നത്? ഈ കലാപം വേറൊരു തലത്തിലേക്ക് അവർ കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. അവിടെ അവിടെ കലാപം നടത്തുന്നവരും, അവിടെ കലാപം തുടങ്ങിയാൽ അത് രാജ്യം മുഴുവൻ കത്തിപ്പടരും. അവിടെ ജയിച്ചു കഴിഞ്ഞാൽ രാജ്യം ഭരിക്കാമെന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ് ചോദിച്ചാൽ ഇപ്പൊ ഉത്തർപ്രദേശിൽ നടക്കുന്നത്? എങ്ങനെയാണ് യോഗി ഇതിനെ നേരിടാനായി പോകുന്നത്? അതായത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കുന്നത് വിദേശ ഭീകര സംഘടനകളും വിദേശ രാജ്യങ്ങളും സ്പോൺസർ ചെയ്യുന്ന ഈ ജെൻസി കലാപത്തിന്റെ മറ്റൊരു മോഡലാണ്. അതായത് ജെൻസി കലാപത്തിന് ഇന്ത്യയിൽ ഒരു സ്കോപ്പ് ഇല്ല നിലവിൽ. നമുക്ക് ചുമ്മാതെ ഈ എതിരാളികൾ പറയും ജെൻസി കലാപം നടത്തും. വലിയ രസം എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ളത് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ഈ കലാപം നടത്തി താറുമാറായി കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കൾ ഏത് രാജ്യത്തോട്ട് കുടിയേറാനാണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയും. നമ്മൾ ഈ രാജ്യം കലാപം നടത്തി ഇവിടുത്തെ KSRTCയും തല്ലി തകർത്ത് സർക്കാർ സംവിധാനങ്ങളും തകർത്ത് തീയിട്ട് കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ആര് വരും? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ നമ്മളെ ഭരിക്കുന്നത് വൈദേശിക രാജ്യങ്ങളായിരിക്കും. ഇത് തിരിച്ചറിയാനുള്ള മൂളയൊക്കെ ഇന്ത്യൻ യുവത്വത്തിന് നന്നായി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. പക്ഷെ അത് നടക്കില്ല എന്ന് വന്നപ്പോൾ അതിന്റെ പ്ലാൻ B ആയിരുന്നു മത ലഹളകൾ ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഐ ലവ് യു മുഹമ്മദ് വിവാദം ഉണ്ടാക്കിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ കാരണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അവിടെ ഈ ബറേലി അത്ര ശാന്തമൊന്നും ആയിട്ടില്ല. ബറേലിയിലെ 4 ജില്ലകൾ, അതിൽ തന്നെ ചില ഡിവിഷനുകൾ, ചില മസ്ജിദുകൾ, ഞാൻ ആ മസ്ജിദുകളുടെ പേരൊന്ന് വായിക്കാം. നൗമഹൽ മസ്ജിദ്, ഇന്ന് മുതൽ അവിടെയാണ് കടുത്ത ജാഗ്രത. ഈ 4 മസ്ജിദുകൾ കേന്ദ്രീകരിച്ചിട്ട് വലിയൊരു പ്രക്ഷോഭം ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. അതിലൊന്ന് നൗമഹൽ മസ്ജിദ്. ആല ഹസ്രത്ത് ദർഗ, ഈ ദർഗയുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ സംഘർഷം രൂപപ്പെട്ടത്. അവിടെ നിസ്കരിക്കാൻ ആളുകൾ വന്നു കഴിയുമ്പോൾ ഈ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്ന് കല്ലെറിയുക. അതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വെടിവെപ്പ് നടന്നു. അതിൽ നിന്ന് കോട്ട്വാലി പ്രദേശത്തെ അസം നഗർ മസ്ജിദ്, ബരാദാരി മസ്ജിദ്, ഈ 4 മസ്ജിദുകൾ ചേർന്നിട്ടാണ് 4 മസ്ജിദുകളിലാണ് ഈ ആളുകൾ കൂട്ടം കൂടി അവിടെ നിന്ന് സംഘടിച്ച് വലിയ രീതിയിലുള്ള അക്രമത്തിന് മുതിരും എന്ന് കരുതിയത് കൊണ്ട് UP സർക്കാർ കനത്ത പോലീസ് ബന്ദോബസ്താണ് ഇപ്പോൾ ഈ മസ്ജിദിന് നൽകിയിരിക്കുന്നത്.
ഒപ്പം തന്നെ ഡ്രോൺ സംവിധാനമുണ്ട്, നടന്നുള്ള പെട്രോളിംഗ് ഉണ്ട് പോലീസുകാരുടെ. സാധാരണ വാഹനങ്ങളിലാണല്ലോ പോലീസ് പെട്രോളിംഗ് നടക്കുന്നത്, ഇത് അങ്ങനെയല്ല, നടന്നുള്ള പെട്രോളിംഗും അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 8 ഡിവിഷനുകളുണ്ട്. ശിവജി മാർഗ്, അതൊരു മാർക്കറ്റാണ്. ആലം ഗിർഗഞ്ച്, സരഫ, സമദ്ഗഞ്ച്, ഖിലാ ബസാർ, ഇവിടൊക്കെ കഴിഞ്ഞ ദിവസം UP സർക്കാർ തുറന്നു കൊടുത്തിരുന്നു ഈ മാർക്കറ്റൊക്കെ. അത് വീണ്ടും അടച്ചിട്ടിരിക്കുന്നതായിരുന്നു. അവിടെ പക്ഷെ വേറെ അനിഷ്ട സംഭവം ഉണ്ടായില്ല. അപ്പൊ ഇവിടങ്ങളിലെല്ലാം പോലീസ് കനത്ത ജാഗ്രതയിലാണ്. കാരണം ഒന്ന്, നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നു. ഈ നവരാത്രി ആഘോഷങ്ങൾ തീർന്നെങ്കിൽ അടുത്ത് തുടങ്ങാൻ പോകുന്ന ദീപാവലി ആഘോഷങ്ങളാണ്. ഈ നവരാത്രി കഴിഞ്ഞാൽ പിന്നെ ദീപാവലിയുടെ ഒരുക്കങ്ങളാണ് പിന്നെ അങ്ങോട്ട് തുടങ്ങുന്നത് മുഴുവൻ. അപ്പോ ആ ഒരു ദസറ വലിയ കുഴപ്പമില്ലാതെ പോയി. സാധാരണഗതിയിൽ എല്ലാ ദസറയ്ക്കും UP-യിലും ബീഹാറിലും ഒക്കെ വലിയ കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നതാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നില്ല. പിന്നെ അവിടെ ഇവിടെ ചില തല്ലുകളും ബഹളങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിപ്പോ നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിലും അങ്ങനത്തെ ചില ബഹളങ്ങളും അടികളും കേൾക്കാറുണ്ട്. അതിന് വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പ്രശ്നം എന്ന് തന്നെ കരുതാൻ കഴിയും. പക്ഷേ ഈ ബറേലിയിൽ നടക്കുന്ന സംഭവം അതല്ല. ഒരു വലിയ ലഹളയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശികളെ, അതായത് കഴിഞ്ഞ ദിവസം പോലീസിന് നേരെ കല്ലെറിഞ്ഞ കേസിൽ ഉൾപ്പെട്ട 2 ബംഗ്ലാദേശികളെ ഉൾപ്പെടെ അതിന്റെ സൂത്രധാരരാണ്. വെറും വഴിയെ കൂടെ പോയ ബംഗ്ലാദേശി കയറി എന്നിട്ട് കല്ലെറിയല്ലായിരുന്നു. സൂത്രധാരരെ ഉൾപ്പെടെയാണ് ഈ തൗബീർ റാസ ഖാന്റെ അറസ്റ്റിന് ശേഷം ഉണ്ടായത്. തൗബീർ റാസ ഖാന്റെ സുഹൃത്തായ ഒരു ഡോക്ടറെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത്. അതായത് ഈ ഭീകര സംഘം, അതായത് ഇപ്പോൾ നല്ല അവസരമാണ്. കാരണം വിവിധ രാജ്യങ്ങളിലായിട്ട് കലാപങ്ങൾ പടർന്നു പിടിക്കുന്നു. ഈ സാഹചര്യത്തിൽ അതിന്റെ ഒരു ഓളം പറ്റിക്കൊണ്ട് ഇന്ത്യയിലും കലാപങ്ങൾ ഉണ്ടാക്കുക. കലാപങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെ മറിച്ചിടാൻ എളുപ്പമായിരിക്കും. അതായത് ഇവർ പറയുന്നത് യോഗിയെ ഇനി വാഴിക്കരുത്, അതാണ് പറയുന്ന കാര്യം. യോഗിയെ ഇനി വാഴിക്കരുത്, യോഗിയെ താഴെ ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരുപക്ഷെ ഇത്തരം സംഘടനകൾക്ക് അവിടെ ഉയർന്നു വരാൻ കഴിയില്ല എന്നൊരു വലിയ ചിന്ത ഇപ്പോൾ ഈ മുസ്ലിം മതമൗലികവാദ സംഘടന, എല്ലാവർക്കുമല്ല, മുസ്ലിം മതമൗലികവാദ സംഘടനകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു കൗതുകരമായ കാര്യം. കാരണം UP-യെ സംബന്ധിച്ച് അവിടുത്തെ പസ്മന്ത മുസ്ലിംസ്, അതായത് പിന്നോക്ക മുസ്ലിംസ് ഈ മുഖ്യധാര തീവ്രവാദ സംഘടനകളിൽ നിന്നും അകന്നു തുടങ്ങി. മുമ്പ് അവരെ വെച്ചിട്ടായിരുന്നു ഇവർ ഈ കല്ലേറ് നടത്തിക്കൊണ്ടിരുന്നത്, അവരെ വെച്ചിട്ടായിരുന്നു കലാപം നടത്തി. പാവങ്ങളാണ്, ഈ പിന്നോക്ക ജാതിയിൽ നിന്നും മറ്റുമൊക്കെ മാറി മുസ്ലിംസിൽ വന്നവരാണ്, യാതൊരു ഗതിയും പരഗതിയും ഇല്ലാത്തതാണ്. ഇവരെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് ആക്കി നിർത്തിക്കൊണ്ട് ഈ മുകൾ തട്ടിലുള്ള സവർണന്മാരായ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ സുന്നികളായ മുസ്ലിങ്ങളായത് ഇവരെ ഭരിച്ച് ഇവരെ അങ്ങോട്ട് മുമ്പിൽ നിർത്തിക്കൊണ്ടായിരുന്നു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിനെയൊക്കെ ഭയപ്പെടുത്തി സീറ്റ് വാങ്ങുക, ജയിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ BJP അധികാരത്തിൽ ഏറുകയും ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുകയും ഇവർക്ക് വീടില്ലാത്തവർക്ക് വീട്, ഗ്യാസ് ഇല്ലാത്തവർക്ക് ഗ്യാസും, ശൗചാലയം ഇല്ലാത്തവർക്ക് ശൗചാലയം, ആനുകൂല്യങ്ങളായ ആനുകൂല്യങ്ങളെല്ലാം കൂടെ വാങ്ങി BJP കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പല മുസ്ലിം കോട്ടകളിൽ നിന്നും BJP ജയിച്ചുയരാൻ തുടങ്ങി. സംഭാൽ അടക്കമുള്ള മുസ്ലിം കോട്ടകൾ, അവിടെ നിന്നുമൊക്കെ BJP-യുടെ MLA-മാർ ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ മതമൗലികവാദികൾക്ക് ഒരു കാര്യം വ്യക്തമായി. കാരണം ഇനി ഉത്തർപ്രദേശ് പഴയതുപോലെ ആകില്ല. അതിനു മുമ്പ് അത് എങ്ങനെയും ഇപ്പോഴത്തെ സിസ്റ്റം നശിപ്പിക്കണം. ഈ സംഭാലിലെ കഥയൊക്കെ ധനുഷ് കഴിഞ്ഞ ദിവസം നന്നായിട്ട് മനസ്സിലാക്കി കാണുമല്ലോ, അതിന്റെ ചരിത്രമൊക്കെ. അങ്ങനെ UP-യിൽ എമ്പാടും നോക്കാമെങ്കിൽ ഈ കഴിഞ്ഞ ഇത്രയും വർഷം 10-60 കൊല്ലം ഉത്തർപ്രദേശ് ഭരിച്ച ഈ മുലായം സിംഗ് യാദവ് ആയാലും അഖിലേഷിന്റെ ആയാലും ഒക്കെ സർക്കാരുകൾ കാലാകാലങ്ങളായി ഇത്തരക്കാർക്ക് കൂട്ടുനിന്ന്. ഇന്നിവർ എന്തുകൊണ്ട് കരയുന്നു എന്ന് ചോദിച്ചാൽ പണ്ട് അവർ ചെയ്തു കൂട്ടിയതിന്റെ ആ ക്രൂരതയുടെ ദുഃഖം പേറുന്നവർ ഇന്നവിടെ ഉണ്ട്. അവരിന്നത് തിരിച്ചു പിടിക്കാൻ നടക്കുന്ന ശ്രമങ്ങളാണ്. അതല്ലാതെ ഇതൊക്കെ പണ്ടുപുരാതന കാലത്ത് മുഗളന്മാരുടെ ഓട്ടത്തിൽ തകർത്ത ക്ഷേത്രങ്ങളായിരുന്നില്ല. ഇതൊക്കെ വർത്തമാനകാല ചരിത്രത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമാണ് ഈ പല സ്ഥലങ്ങളും കയ്യേറിയതും തകർത്തതും ഒക്കെ തന്നെ. അത് പലരുടെയും മരണം പോലും റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ജീവനോട് കുഴിച്ചുമൂടി അനവധി ഹിന്ദുക്കളുടെ കുഴിമാടങ്ങളുണ്ട് ഇന്നും അവിടെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനവധി കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് BJP കയറിയത് കൊണ്ട് അവിടെ വർഗീയത ഉണ്ടാകുന്നതല്ല. കാരണം ഒരു കാലത്ത് ഏതാണ്ട് 10-60 വർഷക്കാലം അവിടെ തേരോട്ടം നടത്തിയ ഈ മതമൗലികവാദ സംഘടനകൾക്ക് യോഗി കയറിയതിനു ശേഷം പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അതിനെ വീണ്ടും തകർക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ്. കാരണം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ബറേലി സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിന് തൊട്ട് പിന്നാലെ നമ്മളുടെ ഗുജറാത്തിൽ അതൊരു വലിയ കലാപമായി മാറി. പക്ഷെ അത് പെട്ടെന്ന് അടിച്ചു നിൽക്കപ്പെട്ടു. ബീഹാറിൽ അത് വലിയ സംഘർഷമായി. എന്തിനേറെ പറയുന്നു, ഹൈദരാബാദില് അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയ കാര്യങ്ങൾ. അപ്പം എന്താണ് അതിന്റെ കാര്യം? സാധാരണഗതിയിൽ മുമ്പ് UP നടക്കുന്ന സംഘർഷങ്ങളോ കലാപങ്ങളോ ഒന്നും മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാറില്ലായിരുന്നെങ്കിൽ ഒരേ സമയം തന്നെ 4 സംസ്ഥാനങ്ങളിലാണത് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്, ഇതൊരു ടൂൾ കിറ്റാണ്.
ഒപ്പം തന്നെ ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട്. ഇല്ലെങ്കിൽ ഒരേ സമയത്ത് 4 സംസ്ഥാനങ്ങളിൽ ഒരേപോലെ ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് സംഘർഷവും കലാപവും നടക്കും. നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ കേരളത്തിൽ അതൊരു വലിയ രീതിയിൽ വന്നില്ല. കാരണം കേരളത്തിൽ കിടക്കുന്ന കുറച്ചു പേർക്കെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമ്മളെ കണക്കുള്ള മാധ്യമങ്ങൾ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിരുന്നു ഇതൊരു വലിയ സംഘർഷമാകുന്നതിന് മുമ്പ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും യൂട്യൂബും ഫേസ്ബുക്കും വാട്സപ്പും അടക്കം ഇപ്പോൾ ഈ 4 ജില്ലകൾ നിരോധിച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട്. 4-ാം തീയതി വരെയാണ് ഇപ്പോൾ നിരോധനം കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ നിന്ന് ആണ് വലിയ രീതിയിലുള്ള മെസ്സേജുകളും മറ്റും കിംവദന്തികൾ പരക്കുന്നത്. ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിം മത പുരോഹിതരെല്ലാം പറഞ്ഞിരിക്കുന്നത് നിസ്കാരം കഴിഞ്ഞ് ഇവിടെ കൂട്ടം കൂടി ആരും നിൽക്കരുത്, എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകണമെന്നാണ്. അതായത് യോഗി സർക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടുകളിലേക്ക് പോകുക, പ്രാർത്ഥിക്കുക, വരിക. അതിനുശേഷം ഈ റോഡിലേക്ക് ഇറങ്ങി കൂട്ടം കൂടി നിൽക്കുന്ന പരിപാടി ഇനി വേണ്ട, തൽക്കാലം വേണ്ട എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതാണ്. അതുകൂടാതെ ഇന്നലെ നമ്മുടെ ദില്ലിയിലെ JNU ഒരു സംഘർഷം നടക്കുകയുണ്ടായി. ദസറ ആഘോഷവുമായി ബന്ധപ്പെട്ട് ABP-കാർ ആഘോഷിക്കുമ്പോൾ അതിനെതിരെ SFI അടക്കമുള്ള ഇടതുപക്ഷ പ്രവർത്തകർ കല്ലെറിയുകയും അത് വലിയ സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ സന്തോഷകരമായ മറ്റൊരു വാർത്ത കൂടി എന്തായാലും ഉണ്ട് എന്നുള്ളതാണ്. കാരണം JNU-ന്റെ ചരിത്രത്തിൽ ആദ്യമായി റൂട്ട് മാർച്ച് നടന്നു അവിടെ കഴിഞ്ഞ ദിവസം. പഥസഞ്ചലനം JNU കൂടെ നടന്നു. 269 പേര് പങ്കെടുത്തു, വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ. അതൊരു വലിയ കാര്യം തന്നെയാണത്. കാരണം ഇടതു കോട്ടയാണ്, ജിഹാദികളുടെ കോട്ടയാണ്, അവിടെയാണ് അത് നടന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം JNU-വിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനിത് പറഞ്ഞേ ഉള്ളൂ. ഏതായാലും ബറേലി ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്തും സംഭവിക്കാവുന്ന അന്തരീക്ഷമാണ്. ഇവിടെ യോഗിയുടെ ഡ്രോണും പോലീസ് സംവിധാനങ്ങളുമാണ്. ഒരു ചെറിയ തീപ്പൊരി വീണാൽ മതി. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം മതപുരോഹിതന്മാരെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ കിംവദന്തികളും കാര്യങ്ങളും കേൾക്കരുത്, നിസ്കാരത്തിന് വരുന്നവർ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകണം. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ഈ പ്രശ്നം ഒന്ന് തീർന്നതാണ്. ആ തീർന്ന പ്രശ്നം കുത്തിപ്പൊക്കൊണ്ട് വന്ന ആളാണ് ഈ തൗഖീർ റാസ ഖാൻ എന്ന് പറയുന്നത്. ഈ തൗഖീർ റാസ ഖാനെയാണ് ഇപ്പൊ പൊക്കി അകത്തിട്ടിരിക്കുന്നത്. അയാളെ പിടിച്ചപ്പോൾ അയാളുടെ സഹായികളായിട്ട് 2 ബംഗ്ലാദേശികൾ ഉൾപ്പെടെ 10 പേരെയാണ് ആദ്യ സമയത്ത് പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. അതായത് പൊതുമുതൽ നശിപ്പിക്കുക, വലിയ രീതിയിൽ കലാപം ഉണ്ടാകും. പക്ഷെ ഇനി ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യയിൽ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് നമ്മൾ കണ്ടതാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ വലിയ സംഭവങ്ങളായിട്ട് കത്തേണ്ടതാണ്. ഇനിയിപ്പോൾ അല്പമെങ്കിലും കലാപം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഈ ദക്ഷിണേന്ത്യയാണ്. കേരളവും തമിഴ്നാടും കർണാടകയും ഈ പറയുന്ന തെലുങ്കാനയിലും ഒക്കെയാണ് ഇനിയിപ്പോ കലാപത്തിന് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉള്ളത്. കാരണം അവിടെയൊക്കെ പ്രതിപക്ഷ പാർട്ടികളാണ് ഭരിക്കുന്നതും അവിടെയാണ് സാധ്യത ഉള്ളതും അവിടെയാണ് ഇത്തരം സംഘടനകളും അവരുടെ സ്വീപ്പർ സെല്ലുകളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുന്നത്. ഏതായാലും ഈ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് കലാപം എന്നുള്ളത് ഒരു പഴയകാല സംഭവമാണ്. കാരണം അവിടുത്തെ മുസ്ലിം സമൂഹവും ഈ കലാപവും സംഘർഷവും ഒന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പണിക്ക് പോകുന്നതും വീട് കെട്ടുന്നതുമൊക്കെ. ഒരു സുപ്രഭാതത്തിൽ ഈ വീടൊക്കെ ബുൾഡോസർ ഇടിച്ച് കളയുന്നു, ഇല്ലെങ്കിൽ എതിരാളികൾ അത് തകർത്ത് കളയുന്നു, ഇല്ല നമ്മുടെ വീട്ടിലെ ആളുകളെ അവർ കൊന്നു കളയുന്നു. ഇതിൽ നിന്നൊക്കെ അവരൊക്കെ ഒരുപാട് പാഠം പിടിച്ച് മാറുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗങ്ങളാണല്ലോ തീവ്രവാദികൾ എന്ന് പറയുന്നത്. കാരണം അവരുടെ വീട്ടിലേക്ക് അന്നം മേടിക്കണമെങ്കിൽ ആളുകളെ കൊന്നും ഇതുപോലെയുള്ള തീവ്രവാദ ആശയങ്ങൾ മുമ്പോട്ട് വെച്ചും അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ അവരത് തുടരുക തന്നെ ചെയ്യും. ഏതായാലും ഇന്ത്യയെ കലാപം നടത്താനുള്ള വലിയ നീക്കം സംഘടിതമായി തന്നെ നടക്കുന്നുണ്ട്. അതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കഴിഞ്ഞ ദിവസം RSSന്റെ തലവൻ മോഹൻ ഭാഗവതും പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് വളരെ ജാഗ്രതയോട് കൂടി തന്നെ ഓരോ ഇന്ത്യക്കാരനും മുമ്പോട്ട് പോകണം. കാരണം നമ്മുടെ ഈ രാജ്യത്ത് ചില വിധ്വംസക പ്രവർത്തകരും ചില ആളുകളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അത് പല വഴിക്ക് ലഡാക്കിൽ ഒരു ടെസ്റ്റ് നടത്തി പരാജയപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെ UP-യിലും ഗുജറാത്തിലും ബീഹാറിലും ഹൈദരാബാദിലുമൊക്കെ ഒരു ടെസ്റ്റ് നടത്തി നോക്കി. അത് പരാജയപ്പെട്ടു എങ്കിൽ പോലും അതിന്റെ കനൽ അടങ്ങിയിട്ടില്ല, കനൽ എരിയുന്നുണ്ട്. അത് എങ്ങനെ വരുമെന്നറിയില്ല. ഏതായാലും ഇന്നും പിന്നെ 4-ാം തീയതി വരെ, അതായത് നാളെ വൈകുന്നേരം വരെ നിർണായകമാണ്. ഒരുപക്ഷെ അത് ഇനിയും നീട്ടാനുള്ള സാധ്യതകളാണ്. ഈ ഇന്റർനെറ്റ് വിച്ഛേദിച്ചതൊക്കെ ചിലപ്പോൾ നീട്ടിയേക്കാം. ഏതായാലും വലിയ സുരക്ഷയിലാണ് UP എന്നുള്ളതാണ്. UP-യിലേക്കാണ് ഇപ്പോൾ എല്ലാ ശ്രദ്ധയും, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയും അങ്ങോട്ടേക്കാണ്, UP പോലീസിന്റെ അടക്കമുള്ള ശ്രദ്ധ അങ്ങോട്ടേക്കാണ്. ഇത് പുറം ലോകത്ത് വലുതാട്ടിയ വാർത്ത എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോ നാളെ അതൊരു വലിയ സംഘർഷമോ മറ്റോ അവിടെ വെടിവെപ്പോ എല്ലാം നടന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം നേരത്തെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴവിടുത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരുന്നത്. കാരണം ഇനിയിപ്പോ നാളെ അത് സംഘർഷം നടന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അതൊരു വെടിവെപ്പ് അവിടെ നടന്നു കഴിഞ്ഞാൽ എന്താണ് കാര്യമെന്ന് നമ്മുടെ പ്രേക്ഷകരെങ്കിലും അറിയാതെ പോകരുത്. അതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. പറഞ്ഞു തീർത്തൊരു സംഭവം, പിന്നീട് ആ സംഭവം പൊക്കിപ്പിടിച്ചുകൊണ്ടൊരു കലാപത്തിനുള്ള ശ്രമം, അതിന്റെ നേതാക്കന്മാർ അകത്ത് പോയപ്പോൾ അവരെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം, ആ പ്രശ്നമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കലാപത്തിനാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ലാതെ ഇവിടെ ഒരു I love you മുഹമ്മദ് എന്നിട്ടാലോ I love you ശിവ എന്നിട്ടാലോ I love you ജീസസ് എന്നിട്ടാലോ ഈ രാജ്യത്ത് ഒരു കുഴപ്പവുമില്ല. ആർക്കും ഇടാം. ഇനി വെറുതെ I love you എന്നിടാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യമാണ്, എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. അല്ലാതെ ഒരു I love you മുഹമ്മദ് ഇട്ടത് കൊണ്ടൊന്നും ഈ രാജ്യത്ത് അത് അങ്ങനെ ഒരു നിയമവിരുദ്ധമായ കാര്യമൊന്നും അല്ലല്ലോ. അത് ആർക്ക് വേണമെങ്കിൽ അവരുടെ പ്രൊഫൈലിലോ
പിന്നെ അവരുടെ വീടിന്റെ വാതുക്കലോ കാറിലോ ഒക്കെ നിയമം അനുശാസിക്കുമെങ്കിൽ എഴുതി വെക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതല്ല ഇവിടുത്തെ വിഷയം. അതിന്റെ മറ പറ്റിക്കൊണ്ട് അതൊരു എല്ലാ കലാപത്തിനും ഈ പെട്ടെന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു ഹുക്ക് ഉണ്ടാകണം. ഈ ഹുക്ക് ആണ് എപ്പോഴും ഈ ഒരുപാട് കാരണങ്ങളുണ്ടാകും. ആ ഹുക്കാണ് എന്താണ് പലപ്പോഴും ഈ കലാപത്തിന് പഞ്ച് നൽകുന്നത്. പഞ്ചെന്ന് പറയും കലാപത്തിന്. ഈ ഹുക്ക് എങ്ങനെ ഇപ്പോൾ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലഡാക്കിൽ അതിനകത്ത് 2-3 ഹുക്ക് ഇവര് ഈ കലാപത്തിന് ശ്രമിക്കുന്നവരെപ്പോഴും ഈ കലാപകാരികൾ എപ്പോഴും ഈ ടൂൾ കിറ്റ് റെഡിയാക്കി 2-3 ഹുക്കുകൾ ഉണ്ടാക്കി വെക്കും. അതിൽ ഒരു ഹുക്കാണ് ലഡാക്കിൽ വെച്ചിരുന്നത് ബുദ്ധിസ്റ്റുകളെ ആക്രമിക്കുന്നു എന്നുള്ളൊരു ഹുക്ക്. പക്ഷെ ആ ഹുക്ക് തുടക്കത്തിൽ തന്നെ ആരും ഏറ്റെടുത്തില്ല. അത് ആ ഹുക്ക് കൊളുത്തേണ്ടടുത്ത് കൊളുത്തിയില്ല. ഇങ്ങനെ ഹുക്ക് മനസ്സിനെ കൊളുത്തുന്നതാണല്ലോ ഹുക്കുകൾ എന്ന് പറയുന്നത്. പക്ഷെ അത് കൊളുത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. രണ്ടാമത്തത് നേപ്പാളിന് പിന്നാലെ ജൻസി കലാപം എന്നുള്ള ഒരു ആംഗിളിൽ യുവജനം തെരുവിലിറങ്ങുന്നു, തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു എന്ന് പറഞ്ഞാണ്. അതും പക്ഷേ ഏശിയില്ല എന്നുള്ളതാണ്. സംഭാലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് യഥാർത്ഥ കാരണം മറച്ചു വെച്ചുകൊണ്ട് ഐ ലവ് യു മുഹമ്മദ് ആണ്. അപ്പൊ ഈ ഐ ലവ് യു മുഹമ്മദ് എന്ന് പറഞ്ഞ് ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹുക്കാണ്. സ്വാഭാവികമായി ഇത് കാണുമ്പോഴത്തേനും കേരളത്തിൽ ഉള്ള മുസ്ലിം സമുദായത്തിൽ പെടുന്നവർ എന്ത് ചെയ്യും? ഓഹോ അങ്ങനെയാണോ, എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചിട്ട് ഐ ലവ് യു മുഹമ്മദ് എന്ന് പറഞ്ഞ് അവരുടെ പ്രൊഫൈലിലോ പോസ്റ്റിലോ ഇത് പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇത് ഇപ്പം നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ അനവധി പേര് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവരൊക്കെ ഐ ലവ് യു മുഹമ്മദ് എന്ന് പറഞ്ഞിടുമ്പോൾ ആളുകൾ ചോദിക്കും എന്തിനാണ് ഈ ഐ ലവ് യു, ഇതെന്താണ് ഈ സംഭവം, ഇപ്പൊ എന്താണല്ലേ ഐ ലവ് യു മുഹമ്മദ് എന്നിടുന്നത്? അപ്പോഴാണ് പറയുന്നത് ഇതൊരു വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. സേവ് ഗസ ഒക്കെ കണ്ടിട്ടില്ലേ? സേവ് ഗസ, പെട്ടെന്നാണ് സേവ് ഗസ, സേവ് ലക്ഷദ്വീപ് ഫോറം. ഇത് ഹുക്കാണ്. അതിനകത്ത് ഒരുപാട് രീതിയിലേക്ക് അത് പ്രചരിപ്പിക്കാനുള്ള എളുപ്പ മാർഗമാണ്. ഇതിനുശേഷം ഇവരുടെ സ്ലീപ്പർ സെല്ലിലേക്കും ഇവരോട് കൂടി നിൽക്കുന്ന ഗ്രൂപ്പിലേക്കും മെസ്സേജ് ഇടും. ഐ ലവ് യു മുഹമ്മദ് എന്താണ്, ഐ ലവ് യു മുഹമ്മദിന്റെ ലക്ഷ്യം എന്താണ്, ഐ ലവ് യു മുഹമ്മദ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ബേസ് സാധനം. ഏതായാലും ഐ ലവ് യു മുഹമ്മദ് ചീറ്റി കേരളത്തിൽ പോലും അത് ആരും ഏറ്റെടുത്തില്ല. കാരണം യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലായി. കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വളരെ ശക്തമായതുകൊണ്ട് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മൂടി വെക്കുന്നത് പുറത്തു കൊണ്ടുവരപ്പെടാനും ജനങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ നീക്കുന്നതിനും അതൊരു വലിയ പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. യോഗിയെക്കുറിച്ച് വലിയ എതിർപ്പൊന്നും അവിടുത്തെ മുസ്ലിം വിഭാഗത്തിന്റെ ഇടയിൽ വലുതായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. യോഗിയുടെ നേരത്തെയും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ചുപേര് ഞാൻ പറഞ്ഞില്ലേ ഈ തീവ്രവാദവും കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയാലേ ഉറക്കം വരൂ, ജീവിക്കാൻ പറ്റൂ എന്നുള്ളവര് അതെപ്പോഴും അവരുണ്ടായിക്കൊണ്ടേയിരിക്കും. അവരെ അടിച്ചൊതുക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ അവരുടെ അതിനുള്ള നീക്കം അത് തുടരുക തന്നെ ചെയ്യും. ഏതായാലും യു പിയിൽ ഇനി ഈ തലവെക്കാൻ അനുവദിക്കില്ല ഇതിനൊക്കെയുള്ള സംഘടനകളെയും കുത്തിത്തിരിപ്പുകാരെ.